ഹായ് ഫ്രണ്ട്സ്, ജയന്മ ഡോക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ ഹരീഷ് ചന്ദ്രനാണ്. ഡോക്ടർ ഹരീഷ് ചന്ദ്രൻ്റെ സ്പെഷ്യലൈസേഷൻ സ്പോർട്സ് മെഡിസിൻ, ആർത്രോസ്കോപ്പി, നീ ആൻഡ് ഷോൾഡർ ഒക്കെയാണ്. ഡോക്ടറിനോടൊരു ചോദ്യം. വെൽക്കം ടു ജയന്മ ഡോക്ടർ. ഡോക്ടറിനോടൊരു ചോദ്യം. ഓസ്റ്റിയോപോറോസിസ് കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളൊരു എപ്പിസോഡിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്താണ്? ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഓസ്റ്റിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോണിൻ്റെ കാർട്ടിലേജിൽ, എല്ലിൻ്റെ കാർട്ടിലേജ് എന്ന് പറയുന്ന സ്പെസിഫിക് തരുണാസ്ഥി എന്ന് പറയുന്നത്, അതിൽ തേയ്മാനം വരുന്നതാണ്, അല്ലെങ്കിൽ വിള്ളൽ വീഴുന്നതാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഒരു നോർമൽ കാർട്ടിലേജ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഗ്ലിസണിങ് സർഫേസ് ആണ്, ഇതിനിടയ്ക്ക് സൈനോവൽ ഫ്ലൂയിഡ് ഉണ്ട്, ഇതിനെയാണ് സൈനോവൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ സ്മൂത്ത് റോക്കിംഗ് മൂവ്മെൻറ്റും വെയർ ആൻഡ് ടയർ ഒന്നും ഇല്ലാതെ ഗ്ലൈഡിങ് സർഫേസസ് ആണ്. സോ സ്മൂത്ത് ബെയറിംഗ് സർഫേസസ് ആണ്. എക്സ്റ്റേണൽ ഫോഴ്സസ് കുറേ ഉണ്ട്, ഇൻറ്റേർണൽ ഫോഴ്സസ് കുറേ ഉണ്ട്. എക്സ്റ്റേണൽ ഫോഴ്സ് ലൈക്ക് ലാക്ക് ഓഫ് മസിൽ പവർ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യങ് ആർത്രൈറ്റിസ് പേഷ്യൻസ്, ഒബീസിറ്റീസ്. ഇൻറ്റേർണൽ ഫോഴ്സസ് ലൈക്ക് നേരത്തെ ചെറുപ്പത്തിലെ ഉണ്ടാകുന്ന ചെറിയ ഇഞ്ചുറീസ്, കാർട്ടിലേജ് ഇഞ്ചുറീസ്, സ്പോർട്സ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ മെറ്റബോളിക്കായിട്ട് ചിലപ്പോൾ യൂറിക് ആസിഡ് കൂടുക, അല്ലെങ്കിൽ മെറ്റബോളിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരിലൊക്കെ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, ഏർലി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് സെറ്റ് ഇൻ ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ കാണിച്ച ഗ്ലിസണിങ് സർഫേസിനകത്ത് ചെറിയ തോതിൽ അവിടെ ഇവിടെയൊക്കെ വിള്ളൽ, വെയർ ആൻഡ് ടയർ വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അപ്പം ഇതുപോലെ വെയർ ആൻഡ് ടയർ വരുമ്പോൾ ഈ എല്ലുകൾ തമ്മിൽ ഉരയാൻ നേരത്താണ് വേദന വരുന്നത്. ബെയർ സർഫേസസ് തമ്മിൽ ഉറയാണ്. അപ്പോൾ ഉരഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നീരൊക്കെ അടിക്കും, മുട്ടിനകത്ത് ഇൻഫ്ലമേഷൻ വരാൻ. പേഷ്യൻ്റെ ക്ലാസിക്കൽ സിംറ്റംസ് പറയുന്നത് ഇരുന്നിട്ട് എണീക്കാൻ നേരത്തെ ബുദ്ധിമുട്ട്, പടി കയറാൻ നേരത്തെ ബുദ്ധിമുട്ട്, പടി ഇറങ്ങാൻ നേരത്തെ ബുദ്ധിമുട്ട്, ഇന്ത്യൻ ക്ലോസറ്റ്സിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്, ക്രോസ് ലെഗ് സിറ്റിംഗ് ഒക്കെയാണ്, ഫ്ലോർ സിറ്റിംഗ് ആക്ടിവിറ്റീസ് പാടേ പറ്റില്ല. ഇതൊക്കെയാണ് ക്ലാസിക്കൽ സിംറ്റംസ്. വണ്ടിയിൽ നിന്നൊക്കെ ഇറങ്ങാൻ ബുദ്ധിമുട്ട്, ലോ ലൈങ് സീറ്റ്സിൽ നിൽക്കാൻ ബുദ്ധിമുട്ട്. അപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസിനെ നമ്മൾ ഗ്രേഡ് ചെയ്യുന്നത് യൂഷ്വലി ഒരു ഗ്രേഡ് 1, ഗ്രേഡ് 2, റഫായിട്ട് ഞാൻ പറയാം. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ആൻഡ് ഗ്രേഡ് 4. ഗ്രേഡ് 1 ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് പേഷ്യൻ്റ് ക്ലാസിക്കലി പറയുന്ന സിംറ്റംസ് ഒക്കേഷണൽ നീ പെയിൻസ്, അതായത് ഡേ ടു ഡേ ലിവിങ്ങിൽ ഒക്കേഷണലായിട്ട് ചില സമയത്തൊക്കെ എനിക്ക് മുട്ടുവേദനയുണ്ട്. ഒരു എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ചെറിയ തോതിൽ തേയ്മാനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ പേഷ്യൻറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ സജസ്റ്റ് ചെയ്ത് ചെറിയ തോതിലുള്ള ഡ്രഗ്സ് ബേസിക്കലി കൊടുക്കും. പെയിൻ കില്ലേഴ്സ് അല്ല, പക്ഷേ ജോയിൻറ്റിനകത്ത് ഫ്ലൂയിഡ് ഉണ്ടാക്കുന്ന ഡ്രഗ്സും കാര്യങ്ങളൊക്കെ കൊടുക്കും. പ്ലസീബോസ് ആണ് ബട്ട് കുറേ സ്ട്രെങ്തനിങ് ആക്ടിവിറ്റീസ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. ഗ്രേഡ് 2 ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് ഇറസ്പെക്റ്റീവ് ഓഫ് ഈ മെഡിസിൻസും എല്ലാം കഴിഞ്ഞിട്ടും പേഷ്യൻറ്റ് ഫോളോ അപ്പിനകത്ത് വരുമ്പോൾ പേഷ്യൻറ്റ് വീണ്ടും പെയിനും കാര്യങ്ങളും പെർസിസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഒക്കേഷണലായിട്ട് വീണ്ടും പെയിൻ ഉണ്ട്. എൻ്റെ ഡേ ടു ഡേ റെഗുലർ ആക്ടിവിറ്റീസ്, രാവിലെ എണീക്കുമ്പോൾ എനിക്ക് കാല് നടക്കാൻ ബുദ്ധിമുട്ട്, ലോങ്ങർ ഡ്രൈവ്സ് ഓടിക്കുമ്പോൾ വണ്ടി ഇറങ്ങാൻ ബുദ്ധിമുട്ട്, നടക്കാൻ നേരത്ത് വാക്കിങ്ങിന് റെഗുലറായിട്ട് പോകുന്നതാണ്, കുറേ നടന്ന് കഴിയുമ്പോൾ ഇപ്പം മുട്ടുവേദനയുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ശരിക്കും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും നല്ലൊരു എക്സസൈസ് പ്രോഗ്രാമും നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യും. കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ എക്സസൈസ് പ്രോഗ്രാം, മസിൽ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുന്ന പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഉള്ളത് ഗ്രേഡ് 3 ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആണ്. ഗ്രേഡ് 3 ഓസ്റ്റിയോ ആർത്രൈറ്റിസിനകത്ത് പേഷ്യൻ്റെ ഡേ ടു ഡേ ലൈഫ് ബുദ്ധിമുട്ടാണ്. വൈറസ് ശരിക്കും പറഞ്ഞാൽ ലൈക്ക് എപ്പോഴും എഫ്യൂഷൻ ഉണ്ട്, എപ്പോഴും മുട്ടിനകത്ത് ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ട്. ചില ആൾക്കാരിൽ ചില കീ ഹോൾ പ്രൊസീജിയേഴ്സ് എഫക്റ്റീവാണ്. അതായത് ഫോർ എക്സാമ്പിൾ നീര് കൂടുതലുള്ള ആൾക്കാർക്ക് നമുക്കൊരു ബയോപ്സി എടുക്കേണ്ട ആൾക്കാരിൽ, അല്ലെങ്കിൽ മെനിസ്കസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കുഷൻ ബോൾസ് ആണ്. കുഷനകത്തൊക്കെ ചിലപ്പം ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് കാരണം കുറച്ച് വെയർ ആൻഡ് ടയർ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊക്കെ ചെറുതായിട്ട് ബാലൻസ് ചെയ്യാനും ഇപ്പോൾ ഇൻ്റർനാഷണലി അവൈലബിൾ സിൻവിസ്ക് എന്ന് പറഞ്ഞൊരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു റഫ്ലി കോമൺ മാൻ്റെ ലാംഗ്വേജ് പറയുകയാണെങ്കിൽ ഒരു ആർട്ടിഫിഷ്യൽ സൈനോവിൽ ഫ്ലൂയിഡ് വിച്ച് ഇസ് ബേസിക്കലി produced in the lab and is sold, called സിൻവിസ്ക്. നമ്മൾ ആ ഇഞ്ചക്ഷൻ ബേസിക്കലി നമ്മൾ ഈ ആർത്രോസ്കോപ്പിക് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് സിൻവിസ്ക് ചില പേഷ്യൻസിൽ നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. ചിലപ്പോൾ അത് OP പ്രൊസീജിയറായിട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊക്കെ അവർക്ക് ഭയങ്കര എഫക്റ്റീവാണ്. പിന്നുള്ളത് ഗ്രേഡ് 4 ആണ്. ഗ്രേഡ് 4-നകത്ത് നമുക്ക് വേറെ ഗോയില്ല. അന്നത്തെ പെയിൻ കില്ലേഴ്സ് എഫക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് കൊണ്ട് അവർക്ക് എഫക്റ്റീവ് അല്ല. അവരുടെ ഡീഫോമിറ്റീസ് വന്നു, മുട്ടിനൊക്കെ വളവ് തുടങ്ങി, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് 5 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. പേഷ്യൻസ് ക്ലാസ്സിൽ പറയുന്നത് കിച്ചണിൽ ഒരു 10 മിനിറ്റ് കൂടുതൽ നിൽക്കാൻ പറ്റുന്നില്ല, അപ്പോഴത്തേക്ക് എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം, പടി തീരെ കയറാൻ പറ്റില്ല, പുറമേ ഉള്ള സോഷ്യൽ ഫംഗ്ഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള സ്റ്റേജിൽ വിച്ച് ഇസ് എ ഗ്രേഡ് 4, ഓൾമോസ്റ്റ് വെർച്വലി എല്ലാ കാർട്ടിലേജ് സർഫേസും കംപ്ലീറ്റ് ആയിട്ട് പോയ സർഫേസാണ്. അതിനകത്തുള്ള മൊഡാലിറ്റി ബേസിക്കലി ഒരു സർജിക്കൽ മൊഡാലിറ്റി മാത്രമാണ്, വിച്ച് പീപ്പിൾ കോൾഡ് ആസ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറീസും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ എന്നൊക്കെ പറയുന്നത്.
അപ്പം അത് നമ്മൾക്കിപ്പോൾ 2018-2019 ജീവിക്കുന്ന ടെക്നോളജി ഈസ് അറ്റ് ഇറ്റ്സ് കട്ടിങ് എൻഡ്. സോ വെർച്വലി നല്ല ഇംപ്ലാൻസ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ. ഇംപ്ലാൻസ് നന്നായിട്ട് നമ്മൾ ചൂസ് ചെയ്ത് നല്ലൊരു എക്സസൈസ്, നല്ലൊരു സർജിക്കൽ ടെക്നീക്കും ചെയ്ത്, നല്ലൊരു റീഹാബ് പ്രോഗ്രാമും ചെയ്ത്, എക്സസൈസ് ഫിസിയോയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ഹൈലി എഫക്റ്റീവ് പ്രൊസീജിയറുമാണ്. എങ്ങനെയാണ് ഡോക്ടർ, ലൈക്ക് എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ജോയിൻറ്റ്സ് റീപ്ലേസ് ചെയ്യാനായിട്ട്? നീ റീപ്ലേസ്മെൻറ്റിനകത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇന്ത്യയിലുള്ള ഇംപ്ലാൻസ് ടൈറ്റാനിയം ഇംപ്ലാൻസ് ഉണ്ട്, കൊബാൾട്ട് ക്രോമിയം ഇംപ്ലാൻസ് ഉണ്ട്, ബോഡിയുടെ കണ്ടീഷൻസുമായിട്ട് റിസപ്റ്റീവ് ആയിട്ടുള്ള ഇംപ്ലാൻസ് ആണ്, ഓക്സീനിയം നീസ് ഉണ്ട്, അപ്പം ജെൻഡർ സ്പെസിഫിക് നീസ് ഉണ്ട്. അപ്പം ഇതിനകത്ത് ഈ പ്രോസസ്സ് നമ്മൾ സർഫേസ് റീപ്ലേസ്മെൻ്റ് ആണ്. ഈ തേയ്മാനമുള്ള സർഫേസസ് മാത്രമാണ് നമ്മൾ ഗ്രേഡ് ചെയ്ത് കളയുന്നത്, വിച്ച് ഈസ് അബൌട്ട് ഒരു 9 mm ഫ്രം ദ ഫീമർ, ഇവിടെ നിന്നും 8 mm ഫ്രം ഹിയർ. സോ വെർച്വലി നമ്മൾ ആ ഒരു പോർഷൻ നമ്മൾ എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് നമ്മൾ സർഫേസ് റീപ്ലേസ്മെൻറ്റ് എന്ന രീതിയിൽ നമ്മളൊരു ട്രേ പോലത്തെ സാധനത്തിനകത്ത് ഒരു പ്രോസസ്സാണ് വയ്ക്കുന്നത്. മുകളിലും ഒരു ഫീമർ പ്രോസസ്സ് ഉണ്ട്. ആ ഫീമർ പ്രോസസ്സ് വെച്ച് സംതിങ് ലൈക്ക് ദിസ്, ആൻഡ് ദ പേഷ്യൻറ്റ് ഈസ് ഏബിൾ ടു വാക്ക് ഓൺ ദാറ്റ് പ്രോസസ്സസ്. ഇപ്പോൾ ഒരു നല്ല ഇംപ്ലാന്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ വെൽ ഡൺ നീ നമ്മൾ പറയുന്നത് കുഡ് ലാസ്റ്റ് എ ഗുഡ് 15 years to 20 years ലാസ്റ്റ് ചെയ്യും, ബേസ്ഡ് ഓൺ പേഷ്യൻ്റ് ആക്ടിവിറ്റീസ് ആൻഡ് മോഡുലേഷൻസ്. ഇപ്പം നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ തന്നെ അംബാസഡർ ഉണ്ട്, ഫിയറ്റ് ഉണ്ട്, BMW ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഇംപ്ലാൻസിനകത്തും ബേസിക്കലി വേരിയേഷൻസ് ഉണ്ട്, ഗ്രേഡിങ്സ് ഉണ്ട്. സോ യു ഹാവ് ബെറ്റർ നീസ്, അറ്റ്യൂൺ നീസ് എന്ന് പറഞ്ഞ കമ്പനീസ് ഉണ്ട്, പ്രോബ്ലി ഹൈ ഗ്രേഡ് നീസ്. അതിനകത്ത് ഉപയോഗിക്കുന്ന പോളിയുടെ മെറ്റീരിയൽ കുറച്ചുകൂടെ ബെറ്ററാണ്. സോ ലാസ്റ്റ് ടീം കൂടുതൽ ട്രയത്ലോൺ എന്ന് പറഞ്ഞ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ഓക്സീനിയം നീസ് ഉണ്ട്. സോ ലോട്ട് ഓഫ് വെറൈറ്റീസ് അവൈലബിൾ. നമുക്ക് പിക്ക് ആൻഡ് ചൂസ്, ഒരു പേഷ്യൻറ്റ് പിക്ക് ആൻഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളത്. ബട്ട് പേഷ്യൻറ്റ് നീഡ്സ് ടു നോ, ഓരോ പേഷ്യൻ്റ് അനുസരിച്ചാണ് നമ്മൾ ഇംപ്ലാൻസ് ഗ്രേഡ് ചെയ്ത് തീരുമാനിക്കുന്നത് നമുക്ക് എന്താണ് വേണ്ടത്. ചില പേഷ്യൻസിന് ഈ ഇംപ്ലാന്റ് മാത്രം പോരായിരിക്കും, അവരുടെ ബോണിൻ്റെ ക്വാളിറ്റി നല്ലതല്ല. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടെ ലോങ് സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ വെൽ ഡൺ നീ അക്കോർഡിംഗ് ടു മീ വിത്ത് ഗുഡ് റീഹാബ് ആൻഡ് ഫിസിയോ ആൻഡ് എക്സസൈസസ് നല്ല റിസൾട്ട്സ് ആണ്. പേഷ്യൻസിന് അത്യാവശ്യം അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റും. അടുക്കളയിൽ ജോലി ചെയ്യാൻ പറ്റും, പടി കയറാൻ പറ്റും, പടി ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ നമ്മളാരും ഒളിമ്പിക്സിനൊന്നും ഓടാൻ പോകുന്നില്ലല്ലോ. നമുക്ക് അത്യാവശ്യമുള്ള കാര്യം എന്ന് വെച്ചാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അമ്പലത്തിൽ പോകാൻ പറ്റും, അത്യാവശ്യമുള്ള കാര്യങ്ങളെല്ലാം പ്രാർത്ഥിക്കാൻ പറ്റും, നമാസ് ചെയ്യാൻ പറ്റും. എവറിത്തിങ് ഈസ് പോസിബിൾ. ഇതുപോലത്തെ ഒരു കണ്ടീഷനാണ് ശരിക്കും ഹിപ്പിലും ഉണ്ട്. ഹിപ്പിനകത്ത് ഹിപ്പ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അത് വരുന്നതും ഓൾസോ പ്രൈമറി ഉണ്ട്, തേയ്മാനം കാരണം ഉണ്ടാകും, അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ ചെറിയ ഇഞ്ചുറീസ് വരിക. ആ ഇഞ്ചുറീസ് ബേസിക്കലി ആ സമയത്ത് നെഗ്ലക്റ്റഡ് ആയിട്ട് പോവുക. അത് കുറേ നാളുകൾ കഴിയുമ്പോൾ അത് ആ ബോളിനെ ശരിക്കും പറഞ്ഞാൽ അങ്ങ് ഡാമേജ് ചെയ്യുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂഷ്വലി ഹിപ്പ് റീപ്ലേസ്മെൻറ്റ് പ്രോസസ്സാണ് ചെയ്യുന്നത്. അതിന് തന്നെ ശരിക്കും പറഞ്ഞാൽ 3 ഗ്രേഡ്സ് ഉണ്ട്. ശരിക്കും നമ്മൾ പറയുന്നത് ഇത് ഒരു മെറ്റൽ ഹെഡാണ്, മെറ്റൽ ഹെഡ്. ഈ മെറ്റൽ ഹെഡാണ് നമ്മളിത് റീപ്ലേസ് ചെയ്തതാണ് നമ്മൾ ക്യാവിറ്റിക്കകത്ത് കയറ്റി വെക്കുന്നത്, ഫീമറിനകത്ത് കയറ്റി വെക്കുന്നത്. ആൻഡ് മെറ്റൽ ഓൺ എ പോളി. അപ്പോൾ ഈ മെറ്റൽ ആൻഡ് പോളി ഈസ് യൂഷ്വലി ഡൺ മിക്കവാറും ഒരു 65 yearsന് മുകളിലുള്ള ആൾക്കാരിലാണ് ഇത് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ അനുസരിച്ചാണ് ഇരിക്കുന്നത്, വിച്ച് ഇസ് അബൌട്ട് 10 years or 15 years. ലോങ് ഹിസ്റ്ററി ഉണ്ട്, എന്നാൽ പോലും യൂഷ്വലി പ്രിഫേർഡ് ഇൻ ഓൾഡ് ഏജ് ഗ്രൂപ്പ്. പിന്നുള്ളത് സെറാമിക് ഓൺ പോളിയാണ്. സെറാമിക് ഓൺ പോളി ഈസ് എ സെറാമിക് സർഫേസ്. ഒരു സെറാമിക് സർഫേസിനെ ബേസിക്കലി ശരിക്കും പറഞ്ഞാൽ വെച്ചിട്ട് വിച്ച് മൂവ്സ് ഇൻ എ പോളി. ദാറ്റ്സ് എ സെറാമിക് സർഫേസ്. That is used in between ഒരു 45 to 65 years ഇടയ്ക്കുള്ള ആൾക്കാരിൽ, ബിക്കോസ് ദിസ് വിൽ ലാസ്റ്റ് ലോങ്. അങ്ങനത്തെ ആൾക്കാർക്ക് അതാണ് കൂടുതൽ ആവശ്യം. ഒരു 45 yearsന് താഴെയുള്ളൊരു പോപ്പുലേഷൻ ആൾക്കാരാണ് കോസ്റ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ പോലും സെറാമിക് ഓൺ സെറാമിക്, വേറെ ഈ സെറാമിക് സർഫേസ് മൂവ്സ് ഓൺ എ സെറാമിക്. അപ്പോൾ ലോഞ്ചിവിറ്റി വീണ്ടും കൂടുതലാണ്. സോ ഐ വാസ് വണ്ടറിംഗ് ദാറ്റ്, കാരണം കൂടുതൽ നമ്മൾ പറയുന്ന മെറ്റൽ കുറച്ചും കൂടെ ഡ്യൂറബിൾ ആണെന്നല്ലേ. സോ ഞാനത് വിചാരിച്ചത് ലൈക്ക് ഒരു ലോങ്ങർ ടൈം നിൽക്കാനായിട്ട് വൈ സെറാമിക് ചൂസ് ചെയ്തത്. സെറാമിക്കിൻ്റെ റബ്ബിംഗ് സർഫേസസിൻ്റെ പുറത്തുള്ള ഫ്രിക്ഷൻ ഫോഴ്സസ് ഭയങ്കര കുറവാണ്. സോ വെയർ ആൻഡ് ടയർ ഭയങ്കര കുറവാണ്. അതുകൊണ്ടാണ് ബേസിക്കലി സെറാമിക് ഇസ് പ്രിഫേർഡ്. വെർച്വലി ഈ സർഫേസ് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോസസ്സ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മൂവ്മെൻറ്റ്സും പോസിബിളാണ്. ഇറ്റ്സ് എ വെരി സ്റ്റേബിൾ ജോയിൻറ്റ്. ആ സ്റ്റേബിൾ ജോയിൻറ്റിനകത്ത് എല്ലാ മൂവ്മെൻറ്റ്സും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ പുറമേയൊക്കെ നോക്കുകയാണെങ്കിൽ ദേ സ്റ്റാർട്ട് പ്ലേയിങ് ടെന്നീസ്, സ്വിമ്മിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, റണ്ണിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്. സോ ദർ ഇസ് നോ ലിമിറ്റേഷൻ. നമുക്ക് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. യു ക്യാൻ ഡു വാട്ട് എവർ യു വാണ്ട് ആൻഡ് ഗെറ്റ് ഓൺ വിത്ത് യുവർ നോർമൽ ലൈഫ് വിതൗട്ട് എനി ഇൻഹിബിഷൻസ്. താങ്ക് യു ഡോക്ടർ. ഡയൽ മൈ ഡോക്ടറിൽ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന സബ്ജക്റ്റാണ് നമ്മളിത് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടി, ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതും ഒക്കെ. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ. താങ്ക് യു. താങ്ക് യു.